പയ്യന്നൂർ മണ്ഡലത്തിൽ എൻ.ഡി.എയും എൽ.ഡി.എഫും തമ്മിലാണ് യഥാർത്ഥ മത്സരം നടക്കുന്നതെന്ന് എൻ.ഡി.എ സ്ഥാനാർത്ഥി എ.പി. ഗംഗാധരൻ പറഞ്ഞു. യു.ഡി.എഫ് സ്ഥാനാർത്ഥി മത്സര രംഗത്ത് പോലുമില്ലെന്നും അദ്ദേഹം വിമർശിച്ചു. ഇക്കുറി കേന്ദ്ര സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും അതുകൊണ്ടുതന്നെ വലിയ വിജയം നേടാമെന്ന ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിച്ചു. മലയോര മേഖലയിലെ വന്യജീവി ശല്യം തടയുന്നതിനായി ബി.ജെ.പി. പ്രത്യേക പദ്ധതികൾ ഒരുക്കിയിട്ടുണ്ടെന്നും ഗംഗാധരൻ വ്യക്തമാക്കി. ചെറുപുഴയിൽ നടന്ന തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ ചെറുപുഴ വാർത്തയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മൾ വിജയിച്ചിരിക്കുന്നു. നാളെ മുതൽ കവല പൊതുയോഗങ്ങളാണ്. 7-ാം തീയതി വൈകുന്നേരം. ഇപ്പോൾ ബി.ജെ.പിയും CPM തമ്മിലാണ് ഇവിടെ മത്സരം. എൻ.ഡി.എയും യു.ഡി.എഫിന്റെ സ്വതന്ത്രം പിക്ചറിൽ കാണുന്നില്ല, എവിടെയും കാണുന്നില്ല. അപ്പോൾ ഇവിടുത്തെ യു.ഡി.എഫിന്റെ പ്രവർത്തകർ അവർക്ക് വലിയ ദുഃഖമുണ്ട് ഈ പറയുന്ന സ്ഥാനാർത്ഥിയെ പിന്തുണച്ചത്. കാരണം അദ്ദേഹം ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ് എന്ന് പറയുന്നത്. ചെറിയ വ്യക്തിവിരോധം കൊണ്ടോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ ആണ് അയാൾ പാർട്ടി വിട്ടത്. അത് CPM മധുസൂദനോടുള്ള വ്യക്തിവൈരാഗ്യമാണ്. മറ്റ് അടിസ്ഥാനപരമായിട്ട് അവർക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. അദ്ദേഹം തന്നെ പറഞ്ഞിട്ട് മധുസൂദനൻ അല്ല സ്ഥാനാർത്ഥിയാണെങ്കിൽ ഞാൻ മത്സരിക്കില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒപ്പം ഉണ്ടാവും. അപ്പം അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കോൺഗ്രസ്, ഇന്ത്യ മുന്നണി കൃത്യമായി ഇവിടെ വർക്കൗട്ട് ചെയ്ത ഒരു മണ്ഡലമാണ് പയ്യന്നൂർ. അപ്പം ഈ മണ്ഡലത്തിൽ ഒരു മുഖം മാറാൻ, ഇവിടുത്തെ വികസന പദ്ധതികളെ പൂർത്തിയാക്കാൻ, ബസ് സ്റ്റാൻഡ്, അതുപോലെ തന്നെ പ്ലേ ഗ്രൗണ്ട്, സ്റ്റേഡിയം, പിന്നെ ഫിലിം ഡിവിഷൻ്റെ ആ ഒരു വലിയ അതൊരു എന്താ പറയുക കെട്ടിടം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ മുടങ്ങിക്കിടക്കുന്നുണ്ട്, വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പോൾ വികസനമാണ് നമ്മുടെ അജണ്ട. മറ്റവരുടെ ഈ മറ്റുള്ള കാര്യങ്ങളുണ്ടല്ലോ, അത് നമ്മൾ കവർ ചെയ്യുന്നില്ല. ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് ഈ കേരളത്തിൻ്റെ വികസനമാണ്, സമഗ്ര വികസനമാണ്. നമ്മുടെ ഒരു പ്രകടന പത്രിക എന്നുള്ള ദേശീയ അധ്യക്ഷൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കൊടുത്തുകൊണ്ട് ജനങ്ങളെ വികസനത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു മത്സരം എന്ന നിലയ്ക്ക് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കേരളം മറ്റു സംസ്ഥാനങ്ങളോടൊപ്പം ഉയർത്താൻ ഉള്ള ഒരു പരിശ്രമം ആണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ വിജയിക്കാനും ഭരിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ് പയ്യന്നൂരടക്കം ഞാൻ ചെയ്യുന്നത്. ഞാൻ 100% ഞാൻ വിജയിക്കും എന്നുള്ളതാണ് എൻ്റെ പ്രവർത്തനത്തിൽ എനിക്ക് ജനങ്ങളിൽ നിന്ന് കിട്ടിയ പോസിറ്റീവ് എനർജിയിൽ നിന്ന് മനസ്സിലാവുന്നത്. നമ്മുടെ ഈ മലയോര മേഖലയിലെ വോട്ടർമാരോട് എന്താണ്? അതായത് ഞാനിപ്പോൾ ഇവിടെ ഒരു ആന കയറുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ശരിക്കും പറഞ്ഞാൽ ഞാൻ പോയപ്പോൾ എനിക്ക് ദുഃഖം തോന്നിയത്, ആന പോയി ഒരാഴ്ച 2 ആഴ്ച മുമ്പ് ഞാൻ പോകുന്ന സമയത്ത് അതിന് 2 ആഴ്ച മുമ്പ് ആന അവിടെ വന്നിരുന്നു. മരങ്ങളൊക്കെ പൊട്ടിച്ചിട്ട് അത് ലക്ഷണങ്ങൾ കാണുമല്ലോ. അവിടുത്തെ നാട്ടുകാരനായ ഒരാൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അതിർത്തിക്ക്, അതായത് കർണാടകത്തിൻ്റെ അതിർത്തിക്ക് നമ്മൾ വേലി കെട്ടിയിട്ടുണ്ട്. വേലി കെട്ടി വെച്ചാൽ കമ്പി വേലി, കറണ്ടിൻ്റെ വേലി. ആ കറണ്ടിൻ്റെ വേലി അത് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ആ മോട്ടർ കേടായിട്ട് 3 വർഷമായി. അത് ആ കമ്പി വേലി എന്ന് പറഞ്ഞത് സാധാരണ രീതിയിൽ ഒരു പൂച്ചക്ക പോലും വലിച്ചാൽ വീഴുന്ന രീതിയിലുള്ള കമ്പി വേലിയാണ്. അതിൽ ഷോക്ക് അടിച്ചാൽ ആനക്കൊന്നും അത് മതിയാവുന്നതല്ല, കുറച്ചുകൂടി തിക്കായിട്ടുള്ള കമ്പി കെട്ടണം. ആനയാണല്ലോ, പൂച്ചയല്ലല്ലോ എഴുതുന്നത്. അപ്പോൾ കമ്പി ഒരു കാറ്റത്താടിയാൽ വീഴുന്ന രീതിയിലുള്ള കമ്പിയാണ്. അപ്പോൾ അങ്ങനെ 3 വർഷമായി അതിനെക്കുറിച്ച് നോക്കാറില്ല ഇവിടുത്തെ ആരും, ഭരണാധികാരികളാരും. അവർ മനുഷ്യരാണല്ലോ, അവർക്ക് ഒരുപാട് പ്രയാസം. സമാധാനമായിട്ട് കടന്നുറങ്ങാൻ പറ്റുന്ന സാഹചര്യം ഇല്ല എന്ന് അവിടുത്തെ ഒരു നാട്ടുകാരനായ ഒരാൾ എൻ്റെ കൂടെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ സാധാരണക്കാർ, ഇപ്പോൾ ഉദാഹരണം കുണ്ടേരി കോളനിയാണ്. നമ്മൾ ഇന്നും കോളനി വൽക്കരണം പാടില്ല, കോളനി വൽക്കരണം ഉണ്ടാവാൻ പാടില്ല, അവരൊക്കെ നമ്മളോടൊപ്പം എടുത്തുയർത്തണം എന്ന് പറയുന്നതല്ലാതെ ഇന്ന് അവരെ വീട്ടിലേക്കൊന്നും പോകാൻ കഴിയില്ല, സാധാരണക്കാർക്കൊന്നും പോകാൻ കഴിയില്ല. കാരണം കാല് തെറ്റിയാൽ ജീവൻ പോകും. അമ്മാതിരി സ്ഥലങ്ങളാണ് അവിടെ, റോഡില്ല, ഒരു ഗർത്തത്തിലാണ് അവരുടെ വീടുകൾ. അവരൊക്കെ മനുഷ്യർ. അവിടെ ഓല മുകളിലിട്ട് ഷീറ്റിട്ട് ചൂട് വരാതിരിക്കാൻ, നീല താർപ്പായിട്ട് ചൂട് വരാതിരിക്കാൻ അതിൻ്റെ മുകളിൽ ഓല ഇടുമല്ലോ, ഇട്ടിട്ട് കണ്ട വീടുകൾ. ഞാൻ ചോദിച്ചു, ലൈഫ് പദ്ധതിയിൽ കിട്ടിയിട്ടില്ല? ഇല്ല, ഇതുവരെ കിട്ടിയില്ല. ഇവർ ആർക്കാണ് കൊടുക്കുന്നത്?
PM, അതായത് ലൈഫ് പദ്ധതി മീൻസ് PM ഭവന നിർമ്മാണ പദ്ധതിയാണ്. ഇവിടെ പേര് മാറ്റിയതുകൊണ്ട. ആർക്കാണ് ഇവർ കൊടുക്കുന്നത്? ഞാൻ എത്ര വർഷമായി ഇവിടെ കുറേ വർഷമായി താമസിക്കുന്നു. അങ്ങനെ കോളനി നിലനിർത്തം പാവപ്പെട്ടവരായി നിലനിർത്തുക എന്നുള്ള ഇവിടുത്തെ ഭരണാധികാരികളുടെയും ഈ പറയുന്ന കോൺഗ്രസിന്റെയും CPM-ന്റെയും അവരുടെ ഒരു അജണ്ട അതുപോലെ തോന്നുന്നു എനിക്കവിടെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. ഈ പറയുന്ന വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന പാർട്ടിയിലെ MLA-മാരും വർഷങ്ങളായിട്ട് CPM-ന്റെ MLA ആണ് 65 മുതൽ ഈ വർഷം വരെ. പിണറായി വിജയൻ, ശ്രീമതി ടീച്ചറൊക്കെ ജയിച്ചു പോയിട്ടുണ്ടല്ലോ. ഇവിടുന്ന് ജയിച്ചിട്ടാണ് പിണറായി വിജയൻ നായനാർ മന്ത്രിസഭയിൽ വൈദ്യുതി മന്ത്രിയായത്, അറിയാലോ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടു നമ്മളിപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്താ ഈ കോളനി വൽക്കരണം ഉണ്ടാവാൻ പാടില്ലെന്ന് പാർട്ടി ആഗ്രഹിക്കുന്നു. അവരൊക്കെ സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് പിടിച്ചു കൊണ്ടുവരേണ്ട ഈ സമൂഹം ഇന്നും പ്രാകൃതമായി നിൽക്കുന്ന കോളനി. എവിടെ പോയാലും നിങ്ങൾക്ക് നോക്കിക്കോളൂ, തട്ടുപുറത്തല്ലെങ്കിൽ കുഴിയിലാണ്, തട്ടുംപുറത്തുണ്ടെങ്കിൽ തട്ടുംപുറത്ത്, അല്ലെങ്കിൽ കുഴിയില്ല. ഈ SC/ST വിഭാഗം താമസിക്കുന്നത് എപ്പോഴും അവർ ഒരു ഇഞ്ച് പോലും വികസനത്തിന്റെ പാതയിലേക്ക് വരാൻ ഈ ഇവിടുത്തെ പാർട്ടികൾ, പ്രധാനപ്പെട്ട പാർട്ടികൾ ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് മലയോര മേഖലയിൽ നിങ്ങൾ നടന്നു നോക്കാൻ നടന്നു. ഇതെനിക്ക് തരുമോ? ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്.